ചായ കുടിക്കും. പിന്നെ പറ, എന്തൊക്കെയാ വിശേഷം? വീട്ടിലെന്താ വിശേഷം? വൈഫൊക്കെയോ? ആണോ? എന്റെ ദൈവം, ഇവിടെ നിങ്ങളെ പറ്റി പറയാത്ത ദിവസമില്ല. ക്ലീറ്റോന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിലുള്ള ആകെ വിഷമം നിങ്ങളെ കാണാൻ പറ്റണില്ല എന്നുള്ളതാ. ഞങ്ങളും ആകെ വിഷമത്തില്ല. ഞങ്ങള് മിക്കവാറും അടുത്ത ആഴ്ച അങ്ങോട്ട് വരും. നമുക്ക് ഇവിടെ നിന്ന് പറ്റില്ല, നമുക്ക് അവിടെ തിരുവനന്തപുരം പറ്റുള്ളൂ. പിന്നെ പാർട്ടിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഞാൻ ക്ലീറ്റ് വരുമ്പോഴത്തേനും ഇങ്ങോട്ട് മാറി കൊടുത്തേക്കണം. നിങ്ങളിപ്പോ നേതാവെന്ന് പറഞ്ഞു കേട്ടു. അപ്പോഴേക്ക് ഞാനിന്ന് പ്രധാനമന്ത്രിയാവുമല്ലോ. നീ എന്ത് പറഞ്ഞ? എന്താവുന്നു? അയ്യോ, ഇവിടെ മുഖ്യമന്ത്രിയേ ഉള്ളൂ. പാലായില് പ്രധാനമന്ത്രി ഇല്ല. ഇവിടെ നിന്ന് പറഞ്ഞോളൂ, ഭയങ്കര കുഴപ്പമാവും. എന്താ പിന്നെ എന്നാ പോയിട്ട് വാ, ചായ കുടിക്കേ. അതെ, പോയിട്ട് ആ വഴി അങ്ങ് പോയേക്കരുത്, ഇങ്ങോട്ട് വരണം. സത്യം പറഞ്ഞാൽ ഒരു ലഡു അവസാനം എഴുതി ഇപ്പൊ തീർന്നേ ഉള്ളൂ. ഈ പിള്ളേർ ഒരു സാധനം വെച്ചേക്കൂല, എല്ലായിടത്തും തിന്നളയും. അല്ല, വരുമ്പോ 2 ലഡു ഒക്കെ മേടിച്ചോണ്ട് വരല്ലേ ഒരു വീട്ടിലോട്ട് വരുമ്പോ? അതല്ലേ മേടിച്ചിട്ട് വന്നത്. അല്ല, അതില് ലഡു ഒന്നുമില്ല, അത് കുറച്ച് ഫ്രൂട്ട്സാ. കേട്ടോ, പറഞ്ഞു കേട്ടല്ലോ. കഴിച്ചിട്ടേ ഞാൻ ഇറങ്ങൂടെ. അവര് ഊണും കഴിച്ച് വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ച് ഇന്ന് വൈകിട്ട് ഇവിടെ തങ്ങിയിട്ട് നാളെ അവര് പോകണുള്ളൂ. പ്രശ്നമുണ്ടോ? നല്ല ബീഫ് വേണം കേട്ടാ. പിന്നെ അതൊക്കെ റെഡിയാക്കി. പോർക്ക് നമുക്ക് ആറാമ. ശരി, എന്നാ ബാക്കി ഒന്നും ആറാമല്ല, പോർക്ക് മാത്രമേ ആറാമുള്ളൂ. ഇതൊരു പ്രശ്നം. ഇങ്ങോട്ട് എണീറ്റ് വാ, അവിടെ വേ ചായ പോളെ. പിന്നെന്താണ് ഇറങ്ങിയാ? സവാളരിയാ അത് ചായ കൊടുത്താ? അവിടുത്തെ ഇപ്പൊ ഇറങ്ങും. ചീഞ്ഞതാണല്ലേ സവാള? അതന്നെ, പകുതി ഒരിച്ചിരി കിട്ടും. അരിഞ്ഞ് നന്നാക്കി വരും. ഞാൻ ചെയ്തോളാം. അയ്യോ, പൈസ മേടിക്കാൻ മറന്നുപോയി ക്ലീറ്റോന്റെ അടുത്തുനിന്ന്. ഇറച്ചി മീനൊക്കെ എങ്ങനെ മേടിക്കും? കടം മേടിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ അടുത്ത് ഇറച്ചിക്കട ഉണ്ടോ? ഇറച്ചിക്കടക്ക് താഴെ അന്തോണിയുടെ കടയുണ്ട്, കടന്നു മേടിക്കാം. അപ്പൊ നമുക്ക്, എനിക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ കടവും പറയാൻ പറ്റില്ല. അതാ എനിക്ക് കടം പറഞ്ഞ് മേടിക്കുന്ന എങ്ങനെ ഇറച്ചിയൊക്കെ മേടിക്കാൻ പറ്റും? മോശമല്ലേ. മാർക്കറ്റ് ഉണ്ടോ? ഫിഷ് മാർക്കറ്റ് ഉണ്ടോ ഇവിടെ? എല്ലാം ഉണ്ട്, ഇവിടെ അടുത്തെല്ലാം ഉണ്ട്. ശരി, എന്താ ചെയ്യണേ? ഞാൻ പോയോന്നൊന്ന് നോക്കട്ടെ. നോക്കിയാ പോയി എന്ത് വരുമ്പോ എന്നെ കൊല്ലും ക്ലീറ്റ്. അവര് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരാണേ. എന്ത് ചെയ്യാ? നാത്തൂന്റെ അടുത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ട്. ഒരു 10,500 മതി. അല്ല, ഇത് വൈകുന്നേരം ക്ലീറ്റോ പൈസ കയ്യിലിരിപ്പുണ്ട്, ക്ലീറ്റോന്റെ കയ്യിലിരിപ്പുണ്ട്. പക്ഷെ വരുമ്പോഴേ കിട്ടുള്ളൂ, ഇറങ്ങിപ്പോയല്ലോ. പൈസ ഇരിപ്പുണ്ട്, പക്ഷെ നാത്തൂനെ അറിയാലോ, അത് ഇച്ചായം വെക്കണ പൈസയാണ്. ഞാൻ തന്നു. അല്ല, വരുമ്പോഴത്തേനും ഞാൻ മേടിച്ചു തരും. ഇച്ചായം വന്നേനുമ്പോ തരും. ക്ലീറ്റ് ഇപ്പൊ 1 മണിക്കൂറിനുള്ളിൽ വരും. കണ്ണരിയുന്നുണ്ട്, ഞാൻ അരിയാം. അല്ല, അത് സാരില്ല. അല്ല, ഞാൻ അരിയാം, കുഴപ്പമില്ല. ഞാൻ അരിഞ്ഞോളാ. അല്ല, ഇത് എന്താന്ന് വെച്ചാലേ, നമുക്ക് അവര് പാർട്ടിയുടെ വലിയ ആൾക്കാരായതുകൊണ്ട് നമ്മൾ അവരോട് മോഷിന് വരുമ്പോ നമ്മൾ അവരെ അറിയാലോ. അതെ. പക്ഷെ ഇതിപ്പോ ഞാനങ്ങ് മറന്നുപോയി. ഞാൻ എത്ര നേരം ഓർത്തിരുന്നതാ. വരുമ്പോ തന്നെ ഞാൻ എടുത്തുതരാം. എന്നാ ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് എന്റെ പൈസയല്ലേ ഇച്ചായം വെച്ചേന്നടി. അല്ല, ഇച്ചാന്റെ സ്വഭാവം എനിക്കറിയാലോ. നാത്തൂനെ വഴക്കേൽപ്പിക്കാൻ ഞാൻ നിക്കോ? എനിക്ക് ആകെയുള്ള തരുമോ? അവൻ തരും. എന്നോട് ക്ലീറ്റോന്റെ പൈസ ഇരിപ്പുണ്ട്. എനിക്ക് പേടിയാണ് നാത്തൂൻ. ഒന്നുമില്ല, ഞാൻ എന്തായാലും തരാം. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ നാത്തൂൻ, അല്ലെങ്കിൽ എനിക്ക് 2 ചീത്ത പറയാലോ. എന്നാലും എത്ര ആശ ആവും? 1500 രൂപ മതി. എത്രയോ? എന്തിനാണ് നാത്തൂൻ എന്നെ അല്ലെങ്കിൽ ക്ലീറ്റോ കൊല്ലും. എന്നെ ഓർമ്മിപ്പിക്കണോന്ന് പറഞ്ഞതോ 15 രൂപ. ഞാൻ അപ്പഴത്തേക്ക് ഇത് അരിഞ്ഞു നോക്കാം. ഇല്ലെന്നാ ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? പറയണോട്ടോ. അതെ, ഞാനിപ്പോ ഫോൺ ചെയ്ത് പറയാം. ഞാനിങ്ങനെ നാത്തൂനെ മേടിച്ചത്. I
versus Alien.